പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ കനോയിങ് താരമായ രശ്മിത സാഹുവിന് പ്രത്യേക പരാമർശം. ജമ്മു കാശ്മീരിലെ ദൽ തടാകത്തിൽ നടന്ന രാജ്യത്തെ ആദ്യ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൽ മികച്ച പ്രകടനമായിരുന്നു ഒഡീഷക്കാരിയായ രശ്മിത കാഴ്ചവെച്ചത്. വനിതകളുടെ 200 മീറ്റർ കനോ സിംഗിൾസിൽ പൊന്നിൻ നേട്ടം സ്വന്തമാക്കിയ 23-കാരിയുടെ കഥ മറ്റുള്ള പെൺകുട്ടികൾക്കും പ്രചോദനമാകും. And let's see who is going to win this championship. लगता है कि रश्मिता साहू ने ये फाइनल जीत लिया है. വർഷങ്ങളായുള്ള പരിശ്രമത്തിന്റെയും അചഞ്ചലമായ പോരാട്ടത്തിന്റെയും കഥയാണ് ഒഡീഷക്കാരിയായ രശ്മിത ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നത്. നദികളിലെ ഓളങ്ങൾ ഓരോ തവണയും അവളെ ചാമ്പ്യനാക്കുമ്പോൾ അതിൽ അണപൊട്ടുന്ന കണ്ണീരിന്റെ നീരുറവയുണ്ട്. ചാരത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ ഫീനിക്സ് പക്ഷിയുടെ ധൈര്യമുണ്ട്. കട്ടക്കിലെ ചൗദോറിലെ ഒരു മത്സ്യബന്ധന സമൂഹത്തിൽ നിന്നുള്ള രശ്മിതയ്ക്ക് വെറും 9 വയസ്സുള്ളപ്പോഴാണ് മത്സ്യബന്ധന തൊഴിലാളിയായ പിതാവിന് വാഹനാപകടത്തിൽ ഗുരുതരമായി പരുക്കേൽക്കുന്നത്. ഇതോടെ കുടുംബത്തിന്റെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ട അവസ്ഥയായി. വിധി വീണ്ടും വില്ലനായി. 2015 മറ്റൊരു വാഹനാപകടത്തിൽ രശ്മിതയുടെ അമ്മ അവളെ വിട്ടുപോയി. കണ്ണീർ കയത്തിൽ നിന്ന് കരകയറാൻ അവൾക്കു മുന്നിൽ സഹായഹസ്തം നീട്ടിയത് സുഹൃത്തായിരുന്നു. ഒഡീഷയിലെ ജഗത്പൂരിലുള്ള സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നാഷണൽ സെന്റർ ഓഫ് എക്സലൻസിൽ ചേർന്ന് കനോയിങ്, കയാക്കിംഗ്, റോയിങ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ പരിശീലനം നേടിയാൽ ഒരു സ്റ്റൈപ്പൻഡ് ലഭിക്കുമെന്ന് സുഹൃത്ത് രശ്മിതയോട് പറഞ്ഞു. ഇതാണ് പിന്നീടുള്ള അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. പരിശീലകനായ ലൈഷ്റാം ജോഹാൻസൺ സിംഗ് അവളുടെ കഴിവുകളിൽ വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ മികച്ച പരിശീലനമാണ് അവളെ ഇന്ന് ലോകത്തിനു മുന്നിലെത്തിച്ചത്. 2017 മുതൽ രശ്മിത കനോയിങ് പരിശീലിക്കുന്നുണ്ട്. ഇതുവരെ 13 സ്വർണം ഉൾപ്പെടെ 41 മെഡലുകൾ അവൾ സ്വന്തമാക്കി. ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ 2025 വനിതകളുടെ 200 മീറ്ററിൽ കനോ സിംഗിൾസിൽ 53.53 സെക്കൻഡുകൾ കൊണ്ടാണ് രശ്മിത വിജയം കൈവരിച്ചത്. കേരളത്തിന്റെയും മധ്യപ്രദേശിന്റെയും കായിക താരങ്ങളെ മറികടന്നായിരുന്നു ഒഡീഷക്കാരിയുടെ വിജയം. 2026 ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസാണ് ഇനി രശ്മിതയ്ക്ക് മുന്നിലുള്ളത്. അതിനായുള്ള കഠിന പരിശ്രമത്തിലാണ് രശ്മിത. ന്യൂസ് ഡെസ്ക് ജനം.